ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം ഇന്ന് സംസാരിക്കുന്നത് മെയിൻലി വിശ്വാസം, പ്രത്യാശ, ജീവിതം. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ജീവിതവും നമ്മളുടെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആണ്. അത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ചൈൽഡ്ഹുഡിൽ തന്നെ നമ്മൾ ജനിച്ച് വീട്ടിൽ നിന്നും നമ്മുടെ സമൂഹം, നമ്മളായിരിക്കുന്ന റിലീജിയൻ, അതാണ് ഞാനിവിടെ സമൂഹം എന്ന് ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിൽ നിന്നും നമ്മൾ പഠിച്ചു വന്ന സ്കൂളുകളിൽ നിന്നും നമ്മൾക്ക് ചുറ്റുപാട്, നെയ്ബർഹുഡ്, അങ്ങനെ പലയിടത്തു നിന്നും നമ്മൾ പല അറിവുകൾ നേടുകയും അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും അത് ശരി തെറ്റ് എന്ന ആ ഒരു ചെറുപ്രായത്തിൽ നമുക്ക് തിരിച്ചറിവില്ല. അത് മാത്രമാണ് ശരി, അതിൽ കൂടി അല്ലാതെ പോകുന്നതൊക്കെ തെറ്റ് എന്ന ഒരു ശൈലിയിൽ കൂടിയാണ് നമ്മൾ വളർന്നു വന്നത്. അതിൻ്റേതായ പല ഭവിഷ്യത്തുകൾ നമ്മളിൽ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് പലവിധമായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹികമായ ജീവിതത്തിൽ, നമ്മളുടെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഒത്തിരി ടോപ്പിക്കുകൾ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. റിലീജിയസ് ബേസിലും വ്യക്തിപരമായതും, പിന്നെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അങ്ങനെ പല രീതിയിലുള്ള വ്യക്തികൾ, ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പല ഒപ്പീനിയൻസ് പറയുന്നുമുണ്ട്. പല ടോപ്പിക്കുകൾ ക്ലാസ്സുകളായിട്ടും പ്രസൻറ്റേഷനൊക്കെ ആയിട്ടും വരുന്നുണ്ട്. നമ്മളൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിലുപരി എൻ്റെ പേഴ്സണൽ അനുഭവം, എൻ്റെ അഭിപ്രായം അതെന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ അനുഭവമാകുന്ന പാഠത്തിൽ കൂടി പഠിച്ചെടുക്കുന്നതുമായ കാര്യങ്ങളെക്കാൾ വലിയ ഒരു സത്യം ഉണ്ടെന്ന് നമുക്ക് വാദിക്കാം. പക്ഷെങ്കിൽ വളരെ വിശാലതയുള്ള ലോകമാണ്, അത് മുഴുവൻ നമ്മൾ അറിയുന്നില്ല, അതൊരു തുറന്ന സത്യമാണ്. എന്നാൽ നമ്മളുടെ വ്യക്തിപരമായ ഒരു ജീവിതം നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ അറിയുന്നതുമായത് മാത്രമാണ്. അതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകം. നമ്മൾ അതുവരെയും കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തോടു കൂടെ ചേർത്ത് അനലൈസ് ചെയ്ത് ഇതും അതും കൂടിയുള്ള വ്യത്യാസം, ഇതിലേതാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുവാൻ, മുന്നേറുവാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കി, തിരുത്തേണ്ടതിനെ തിരുത്തി, വിലയിരുത്തേണ്ടതിനെ വിലയിരുത്തി, കൊള്ളേണ്ടതിനെ കൊണ്ട്, നമ്മുടെ പഴമക്കാരിലെ നമ്മുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് ഒക്കെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ തള്ളേണ്ടതിനെ തള്ളുക, കൊള്ളേണ്ടതിനെ കൊള്ളുക. അതായത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് സമാധാനത്തിനും സന്തോഷത്തിനും ശാന്തമായ ഉള്ള ഒരു ജീവിതവും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനും പറ്റുന്ന കാര്യങ്ങൾ കൊള്ളുക, അല്ലാത്തത് നമ്മൾ വേണ്ട എന്ന് വെക്കുക. അവിടെയാണ് നമുക്ക് വ്യക്തിപരമായിട്ട് സ്വാതന്ത്ര്യവും സമാധാനവും ശാന്തതയും അനുഭവിക്കാൻ പറ്റുന്നത്. ട്രഡീഷൻ, കൾച്ചർ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെയും പല കാരണങ്ങൾ കൊണ്ട് പല കാലഘട്ടത്തിൽ നമ്മളിലേക്ക് വന്നതാണ്. ചിലതിനൊക്കെ ഗുണങ്ങളുണ്ട്, ചിലതിനൊക്കെ ഒരു ഗുണവുമില്ല. ഇതെന്തുകൊണ്ട് എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കുകയോ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെയാണ് പലതും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഞാനൊരു ഉദാഹരണം അല്ലെ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, എല്ലാവർക്കും ഒരുപോലെ ഇപ്പോൾ ഒരു ആഘോഷം നടത്തിയാൽ എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ എല്ലാ ഫാമിലിക്കും ഒരുപോലെ നമുക്ക് അത് ചെയ്യുവാൻ പറ്റുകയില്ല. അവരവരുടെ വരുമാനവും സാഹചര്യവും അനുസരിച്ചാണ് നമ്മളിതൊക്കെയും സ്പെൻഡ് ചെയ്യുകയും നമ്മൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അനുകരിക്കുന്നതിന് പകരം നമുക്ക് എന്ത് പറ്റുമോ അത് നമ്മൾ ചെയ്ത് സന്തോഷം കണ്ടെത്തുകയും അതിൽ കൂടി നമ്മുടെ സമാധാനം അനുഭവിക്കുകയും ആ സമാധാനവും സന്തോഷവും മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നതും. അതുപോലെ തന്നെ വിശ്വാസം, പ്രത്യാശ, ജീവിതം എന്ന യാഥാർത്ഥ്യം പൂർത്തീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ ഫുൾഫിൽ ആകുകയും ചെയ്യുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവവും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒപ്പീനിയനും വിലയിരുത്തുകയും ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട്
കൊണ്ടുപോകാം. താങ്ക് യു.